24-ഉം അതുപോലെ 24 കണക്റ്റും കെ ചിറ്റപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന കൊല്ലം ജില്ലയിലെ ആദ്യത്തെ വീടിൻ്റെ താക്കോൽദാനം ഇന്ന് നടന്നു. അസുഖബാധിതനായ മകനോടൊപ്പം കഴിയുകയായിരുന്ന വവ്വാക്കാവ് കരുനാഗപ്പള്ളി വവ്വാക്കാവ് സ്വദേശി ലൈലയ്ക്കാണ് വീട് ഒരുക്കിക്കൊടുത്തത്. സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 24-ഉം കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന 100 വീട് ഭവന പദ്ധതിയിൽ കൊല്ലത്ത് നിർമ്മിച്ച ആദ്യ വീടിന്റെ താക്കോൽദാന കർമ്മമാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ നടക്കുന്നത്. വവ്വാക്കാവ് പുത്തൻതെരുവ് സ്വദേശിനിയായ ലൈല ബീവിക്കാണ് ആദ്യ വീട് നൽകുന്നത്. അത് താക്കോൽ നൽകുന്നതിനായി കരുനാഗപ്പള്ളി MLA CR മഹേഷ് എത്തിയിരിക്കുന്നു. ലൈല ഉമ്മായും നമ്മൾക്കൊപ്പം ചേരുകയാണ്. MLA, എങ്ങനെയാണ് ഈ പദ്ധതിയെ? വളരെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് വീട് കൊടുക്കുന്ന സന്തോഷകരമായ ഒരു പ്രഭാതത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്നത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചാണ്. ന്യൂസ് 24-മായി ചേർന്നുകൊണ്ട് കൊല്ലം ജില്ലയിൽ കൊടുക്കുന്ന 100 വീടുകൾ കൊടുക്കുന്ന പദ്ധതിയുടെ ആദ്യത്തെ താക്കോൽദാനമാണ്. അർഹതപ്പെട്ട കുടുംബമാണ്, 100% അർഹതപ്പെട്ട കുടുംബമാണ്. ന്യൂസ് 24 സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമമാണ്. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലൊക്കെ മറ്റ് എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാം മരിക്കും വരെയും അള്ളാഹുത്താല ഇത് ഓയി തന്നെ അള്ളാഹു വിധി കൂട്ടി തരട്ടെ. ചിത്തിരപ്പള്ളി ഫൗണ്ടേഷനും 24-നും മറ്റുള്ള ഈ ഫർണിച്ചർ തന്ന മൊത്തം അവതാരിക്കും നന്ദി, നമസ്കാരം. 24-ഉം അതേപോലെ തന്നെ ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നമ്മൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു വീട് നൽകി. അതേപോലെ തന്നെ കൊല്ലത്ത് നമ്മുടെ ലൈല എന്ന് പറയപ്പെടുന്ന മാതാവിൻ്റെ വീട് നൽകുകയാണ്. വലിയ ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നതിനപ്പുറത്തേക്ക് മകൻ്റെ അസുഖം, അതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ വീട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നമ്മളുടെ മുൻപിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിച്ചത്. ഏതായാലും ഇപ്പോൾ ആ വീടിൻ്റെ താക്കോൽ തന്നെ ഒരു പക്ഷേ കൊല്ലം ജില്ലയിൽ ഏറ്റവും വേഗതയിൽ പൂർത്തിയാക്കിയ നമ്മളുടെ ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പൂർത്തിയാക്കിയ ഒരു വീട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ താക്കോല് കൈമാറിയിരിക്കുന്നത്. സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ള ആശംസ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. 24 കണക്റ്റിന്റെ ഒരു ഇടപെടലും ഒപ്പം തന്നെ അതിവേഗത്തിലുള്ള അവരുടെ ഒരു ഇടപെടലൊക്കെ തന്നെയാണ് ഈ വീടിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിച്ച് ജില്ലയിലെ ആദ്യ വീടിന്റെ താക്കോൽദാനം ഇത്ര വേഗത്തിൽ നൽകാൻ കഴിഞ്ഞത്. എന്തായാലും എല്ലാവരും സന്തോഷത്തിലാണ്. ഇനിയും നിരവധി വീടുകളുടെ നിർമ്മാണവും ഇവിടെ കൊല്ലം ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം.